ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വയണയില അപ്പമാണേ. അതിനായി വയണയിലയൊക്കെ പറിച്ച് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെച്ചു. കൂടെ കുറച്ച് പഴവും എടുത്തു. ഇനി ഒരു ബൗളിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയും നല്ലൊരു മയത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് റവ കൂടി ഇട്ടുകൊടുത്തു. ഇനി മധുരത്തിനാവശ്യമായത്രയും ശർക്കരയെടുത്ത് ഉരുക്കിയെടുക്കാൻ പോവാണേ. ഇങ്ങനെ ചെയ്താൽ ശർക്കരയിൽ കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചെടുക്കുമ്പോൾ പോയി കിട്ടും. അതിനായി ഒരു പാത്രത്തിൽ ശർക്കരയെടുത്ത് 2 സ്പൂൺ വെള്ളം ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ തിരുകിക്കൊണ്ട് വരാം. പിന്നീട് ഒരു വലിയ ബൗളെടുത്ത് അതിലേക്ക് എടുത്തു വെച്ച മാവിട്ട് കൊടുത്ത് അതിനൊപ്പം തിരികിയ തേങ്ങയും ഇട്ട് കൊടുത്ത് 1/4 സ്പൂൺ ഉപ്പും 2 ഏലക്ക ചതച്ചതും 2 പാളയംകോടൻ പഴവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നേരത്തെ ഉരുക്കിയ ശർക്കര അരിച്ചെടുക്കാം. അതുകൂടി മാവിലേക്ക് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കുഴച്ചെടുത്തത്. നിങ്ങൾക്ക് ഇനിയും മയം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളമോ പഴമോ ചേർത്ത് കുഴച്ചാൽ മതി. ഇനി നമുക്ക് വയണയില എടുത്ത് ഇതുപോലെ മടക്കി മാവ് വെച്ച് അമർത്തി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ഇഡലി കുട്ടകമെടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് തട്ട് വെച്ചതിന് ശേഷം നമ്മുടെ വയണയിലയപ്പം നിരത്തി വെച്ച് കൊടുക്കുക. ഇനി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ വയണയിലയപ്പം റെഡിയായി കഴിഞ്ഞു. കുറച്ച് കട്ടനും കൂടിയിട്ട് നന്നായിട്ടൊരു പിടി പിടിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.